ഇപ്പൊ എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതും നമ്മുടെ വീട്ടിലും കുടുംബക്കാരിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ള മുഹമ്മദിനോളം നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് വളർത്തിയെടുത്ത തലമുറയാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദാണ് ഏറ്റവും വലിയ മാതൃക. ഉം. അപ്പൊ ആ മുഹമ്മദ് കാണിച്ചു തന്ന ദൈവം, ആ ദൈവത്തിനെയാണ് നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ മുഅ്മിൻ, ആ മുഅ്മിനിന്റെ ലോകം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഖുറാന്റെ ഹദീസിന്റെയും ചുറ്റുമാണ്. അപ്പോൾ നമ്മളിപ്പോ പെട്ടെന്ന് അവിടെ പോയിട്ട് പറയുമ്പോൾ മുഹമ്മദ് കൊള്ള ചെയ്യാൻ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്, കൊള്ള മുഹമ്മദ് ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ അവരുടെ കുമിള പോലത്തെ ആ ലോകം ഇടിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ വരികയാണ്. ഉം. അവര് വിഭ്രാന്തി വരികയാണ് അവർക്ക്. ആ വിഭ്രാന്തി പൂണ്ടിട്ട് അവർ കാട്ടിക്കൂട്ടുന്ന കുറെ കോപ്രായങ്ങളുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണ് നമ്മൾ ഇംഗ്ലീഷിൽ ബിഗോട്ട്സ് എന്ന് പറയും. സീലറ്റ്സ് ബിഗോട്ട്സ് എന്നൊക്കെ പറയും. അതായത് അത് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവരെ പഠിപ്പിച്ചെടുത്ത ഒരു ഇൻഡോക്ട്രിനേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് പറയുക. നമ്മുടെ മനസ്സിനൊക്കെ എന്നൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പൊ അതിൽ നിന്ന് വിപരീതമായ ഒരു വേൾഡ് വ്യൂ നമ്മൾ അറിയുമ്പോൾ, അത് തെളിവ് നമ്മുടെ മുന്നിൽ തെളിയിക്കപ്പെടുമ്പോൾ നമ്മൾ വയലന്റ് ആവും. ആ വയലൻസിൽ നിന്നുണ്ടായി വരുന്ന കുറെ പിന്നെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ പലപ്പോഴായിട്ട് യൂറോപ്പിലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് യുകെയിൽ, അങ്ങനെ ഇന്ത്യയിൽ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്ന പൊട്ടിത്തെറികളും ചാവേറാക്രമണമൊക്കെ കാണപ്പെടുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ ആ ഒരു സങ്കല്പം അത് നമ്മളെക്കുള്ളിൽ ഇഞ്ചക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന് വിപരീതമായ ഒരു സാധനം നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ കുമിള പോലത്തെ ലോകത്ത് നമ്മൾ ഇങ്ങനെ ജീവിച്ചു പോകുമ്പോൾ അതിന് വിപരീതമായ ഒരു സാധനം നമ്മൾ തെളിവ് നമ്മൾ മുന്നോട്ട് വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന വിഭ്രാന്തിയിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിന്റെ ഒരു മിനിമൽ വേർഷൻ ആണ് താങ്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല, ഞാൻ പഠിച്ച ഖുർആൻ ഹദീസ് ഇങ്ങനെയല്ല എന്ന് നമ്മളെ പറയും. നമ്മൾ ഇവിടെ തന്നെ പ്രാവശ്യം അത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഖുർആന്റെ അർത്ഥം നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോഴും ഞാൻ പഠിച്ച ഖുർആൻ ഇതല്ല, അല്ലെങ്കിൽ പിന്നെ ഇത് കോണ്ടെക്സ്റ്റ് നിങ്ങൾ നോക്കണം എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ, അതൊക്കെ ആ ഒരു ഇൻഡോക്ട്രിനേഷന്റെ പവർ കൊണ്ട് വരുന്ന സംഭവമാണ്. അവരുടെ കുമിള പോലത്തെ ലോകം അവരുടെ മുന്നിൽ പൊളിയുന്നത് അല്ലെങ്കിൽ പൊളിഞ്ഞു പോരുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. കാരണം നിങ്ങളൊക്കെ ഒരു കാലത്ത് പഠിപ്പിച്ച് വെച്ച ഒരു ദൈവം, നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന സാധനം, ഒരു ദിവസം നിങ്ങൾ പോയിട്ട് പറയുകയാണ് ആ ദൈവം പൊട്ടത്തരാണെന്ന് പറയുമ്പോൾ അവിടെ പിന്നെ നിങ്ങൾ തെളിയിക്കുന്നു പറയുമ്പോൾ നമ്മൾ തെളിയിച്ചും കൂടി കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് അവരുടെ ആ ലോകം, മാനസികമായിട്ടുള്ള സങ്കല്പം, ആ ഇമാജിനേഷൻ, അത് പൊളിയുകയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചുള്ള മനുഷ്യൻ ഈ ദൈവവും പിന്നെ ഭൂതം ഭേദം പിശാജ് ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനത്തെ കഥകളൊക്കെ മെനഞ്ഞെടുത്തിട്ടുള്ളത് മനുഷ്യന്റെ വൾനറബിലിറ്റിയിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മളൊക്കെ ഇൻ ദി എൻഡ് വി ആർ വിഷ്വൽ ക്രീച്ചേഴ്സ് ആൻഡ് ഇമാജിനറി ക്രീച്ചേഴ്സ്. അത് നമ്മൾ ഇമാജിനേഷൻ വെച്ചിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളെ ഇമാജിനേഷൻ നമ്മുടെ മുന്നിൽ നമ്മൾ പിന്നെ സത്യമാണെന്ന് പറയുന്ന സംഭവം പൊളിയുമ്പോൾ ഉണ്ടായി വരുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ.